ഹലോ ഗായ്സ്, ഞാൻ ആര്യ. നെസ്റ്റ് ഓഫ് രുദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി പീരയാണ്. നെത്തോലി പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നെത്തോലി പീര ഉണ്ടാക്കുന്നതും നെത്തോലി ഫ്രൈ ഉണ്ടാക്കുന്നതുമാണ് എനിക്ക് രുചികരമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നെത്തോലി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ പാകം ചെയ്യാൻ പോകുന്ന മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2-3 പച്ചമുളക് അരിഞ്ഞതും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും, ഒപ്പം കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഞെരടി എടുക്കണം. നമ്മളിതിലേക്ക് ചേർത്ത നമ്മളുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും തേങ്ങയും മുളകും എല്ലാം നന്നായിട്ട് മിക്സായി വരുന്നിടം വരെ നമുക്ക് ഞെരടി കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് തോട്ടുപുളി നന്നായി കഴുകി കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കണം. ആ വെള്ളവും പുളിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലെ പുളിയുടെ പുളിപ്പനുസരിച്ചിട്ട് വേണം നിങ്ങൾ പുളിയുടെ അളവ് തീരുമാനിക്കാനായിട്ട്. ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് അടുപ്പിലേക്ക് നമുക്ക് വയ്ക്കാം. ഈ സമയം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നെത്തോലിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയുടെ ആ സ്ട്രോങ് സ്മെൽ ഇഷ്ടമായിട്ടുള്ളവർക്ക് നമ്മൾ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത സമയമുണ്ടല്ലോ, ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം നമ്മളതിനെ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മളുടെ മീൻ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതിനെ നമുക്ക് തുറന്ന് വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കാവുന്നതുമാണ്. ഞാൻ ഈ സമയത്താണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ ഞാൻ ചെറുതായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ആദ്യമേ ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർക്കാം. അത് നിങ്ങളുടെ കറിവേപ്പിലയുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നന്നായിട്ട് വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ നെത്തോലി പീര റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോയും എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയും വേഗം കയറി കാണാൻ സാധിക്കുന്നതുമാണ്. എൻ്റെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി ഒന്ന് ഓർത്തേക്കുക.